എന്താണ് KJU പറഞ്ഞത്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് അവക്ക് കഴിവ് നൽകപ്പെട്ടതാകട്ടെ നൽകപ്പെടാത്തതാകട്ടെ ഏത് കാര്യത്തിലായാലും അവയോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. ഇതാണ് KJUവിൻ്റെ വീക്ഷണം. എന്നാൽ സക്കരിയ സ്വലാഹിയുടെ വീക്ഷണമോ? ജിന്നുകളോട് അവക്ക് കഴിവ് നൽകപ്പെടാത്ത കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാകും. എന്നാൽ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ അവർ ഹാജറുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവയോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവില്ല, മറിച്ച് ഹറാമേ ആകൂ എന്നതാണ് സ്വലാഹി അവതരിപ്പിക്കുന്ന വീക്ഷണം. നമ്മിൽ ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ ഇപ്പറഞ്ഞത് സ്വലാഹിയെപ്പറ്റി അദ്ദേഹത്തിനില്ലാത്ത വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കുന്നതല്ല, മറിച്ച് ഡോക്ടർ KK സക്കരിയ സ്വലാഹി തൻ്റെ നാവുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കുന്നത് നമ്മൾ കാണുക. ഇപ്പൊ സക്കരിയ സ്വലാഹിയുടെ ഒരു ചോദ്യമുണ്ട്. ജിന്നിനോട് അഭൗതികമായ ചോദ്യം എന്തെങ്കിലും കാര്യം തേടിയ ശിർക്കാണോ, ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യം തേടിയ ശിർക്കാണോ? രണ്ടുണ്ട്. അഭൗതികമായ കാര്യം തേടിയ ശിർക്കാണ്, ഭൗതികമായ കാര്യം തേടിയ ശിർക്കാണോ? അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് വിശദീകരിച്ചു തരാം. എന്താണ് അദ്ദേഹം പറയുന്നത്? പിന്നെ ഭൗതികമായ രീതിയിൽ ജിന്ന് സഹായിക്കലും അഭൗതികമായ രീതിയിൽ ജിന്ന് സഹായിക്കലും ഉണ്ടോ, വിശദമാക്കാമോ? കണ്ടോ, ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചോദ്യം എന്താ? ഭൗതികമായ ജിന്ന് സഹായിക്കലുണ്ട്, അഭൗതികമായ ജിന്നുകളോട് ഭൗതികമായോ അഭൗതികമായോ സഹായ തേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, എന്താണ്? ഭൗതികമായോ അഭൗതികമായോ ഒരിക്കലും ജിന്നിനോട് സഹായ തേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അഭൗതികമായ വിഷയങ്ങൾ സഹായം തേടിയാൽ അത് ശിർക്കാണ്. കണ്ടോ, അഭൗതികമായ വിഷയത്തിൽ സഹായം തേടിയാൽ ശിർക്കാണ്. അപ്പൊ ഭൗതികം ബാക്കിയാ, ഭൗതികം ബാക്കിയാണ്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം, വന്നേ പറ്റുള്ളൂ. യാ ഇബാദല്ലാ കൈനൂനി, യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറഞ്ഞിട്ട് തീരൂലേ വിഷയം. നേരെ പറഞ്ഞ് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ജബ്ബാർ മൗലവിയും വരണം, സക്കരിയ സ്വലാഹിയും വരണം. കാരണം വെച്ചാൽ അദ്ദേഹം എഴുതിയ ലെറ്റർ നേരത്തെ കാണിച്ചു തന്നു. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ബാക്കി പറയട്ടെ. ഭൗതികമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരു ജിന്നിനോടും ഒരു സഹായം തേടിയിട്ടില്ല. നബി തേടിയിട്ടില്ല, ഭൗതികമായ ഒരു കാര്യം തേടിയിട്ടില്ല. ശിർക്കാന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇനി എന്താണ്? ബദറിലോ ഉഹദിലോ ഖന്തക്കിലോ ഖൈബറിലോ ഒന്നും ജിന്നുകളെ സഹായത്തിന് വിളിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. കാരണം അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. കണ്ടോ, അങ്ങനെ ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ജിന്നിനോട് സഹായം തേടുന്നൊരു ഏർപ്പാട്, ഭൗതികമായ വിഷയത്തിൽ സഹായം തേടുന്നൊരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അഭൗതികമായി ചോദിച്ചാലോ ശിർക്കാണ്, ഭൗതികമായത് ചോദിച്ചാലോ അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? ഇസ്തിആനത്തും ബിൽ ജിന്ന് അഥവാ റാഖി ആ ബാധയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ, അതിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട്. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ. എന്നാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? എന്നാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട്. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ. ഇവിടെ ഒരു രോഗി, ആ രോഗിയുടെ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ, ആ റാഖിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട്, ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട്, ആ അന്വേഷണങ്ങളിൽ ശിർക്കാവാത്തതുണ്ട്. ഞാനും സമ്മതിക്കുന്നു, റാഖിയുടെ ഞാനങ്ങനെ തന്നെ പഠിച്ചത്, റാഖിയുടെ ചോദ്യത്തിൽ ശിർക്കാവുന്നുണ്ടാവാത്തുണ്ട്. ആലോചിച്ചിട്ട് ഇവിടെ ഒരു രോഗി, ആ രോഗിയുടെ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ, ആ റാഖിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട്, ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട്,
ആ അന്വേഷണങ്ങളിൽ ശരിക്കാവാത്തതുണ്ട്, ഞാനും സമ്മതിക്കുന്നു. റാഖയുടെ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചത്. റാഖയുടെ ചോദ്യത്തിൽ ശരിക്കാവുന്നുണ്ടാവാത്തുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് ഇവിടെ ഒരു രോഗി, ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാഖയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ, ആ റാഖയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട്, ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട്, ആ അന്വേഷണങ്ങളിൽ ശരിക്കാവാത്തതുണ്ട്, ഞാനും സമ്മതിക്കുന്നു.